മഹാഭാരതം ആദ്യപർവം അനുസരിച്ച് കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം വ്യാസമഹർഷി ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു. കണ്ണുകളടച്ചപ്പോൾ മഹാഭാരതത്തിന്റെ ഓരോ കഥയും ഓരോ യുദ്ധവും ഓരോ ത്യാഗവും ഓരോ പാഠവും അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതിഫലിച്ചു. ഈ കഥ കാലക്രമത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം അത് എഴുതി സൂക്ഷിക്കാൻ തീരുമാനിച്ചു. വ്യാസഭഗവാൻ മാർഗനിർദ്ദേശം തേടി ബ്രഹ്മദേവനെ സമീപിച്ചു. അദ്ദേഹം വ്യാസഭഗവാന്റെ മഹാജ്ഞാനവുമായി പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരാളുടെ പേര് നിർദ്ദേശിച്ചു. അത് ഗണേശ്വരനായിരുന്നു. ഉടൻ തന്നെ വ്യാസൻ ഭഗവാൻ ഗണപതിയെ ധ്യാനിച്ചു. മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് മഹാഭാരതത്തിന്റെ എഴുത്തുകാരനാകാമോ എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എങ്കിലും വ്യാസമഹർഷിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആദ്യം അതിന് വിസമ്മതിച്ചു. എന്നാൽ എഴുതാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല. അതിനിട വന്നാൽ താൻ എന്നേക്കുമായി ഈ ഗ്രന്ഥം എഴുതുന്നത് നിർത്തുമെന്ന നിബന്ധനയിൽ വിഘ്നേശ്വരൻ എഴുതാം എന്ന് സമ്മതിച്ചു. ജ്ഞാനിയായ ശ്രീ വിനായകന്റെ അവിശ്വസനീയമായ വേഗതയും ബുദ്ധിശക്തിയും വ്യാസഭഗവാന് വെളിപ്പെട്ടു. അതിനാൽ അദ്ദേഹം തിരിച്ച് മറ്റൊരു നിബന്ധന വെച്ചു. അർത്ഥം മനസ്സിലാക്കാതെ ഒന്നും തന്നെ എഴുതരുത് എന്നതായിരുന്നു അത്. തന്റെ ബുദ്ധിയിൽ ആത്മവിശ്വാസമുള്ള ശ്രീ ഗണേശ്വരൻ അതിന് സമ്മതിച്ചു. അങ്ങനെ മഹത്തായ രചന ആരംഭിച്ചു. വ്യാസമഹർഷി അതിശയകരമായ വേഗതയിൽ വാക്യങ്ങൾ പറഞ്ഞുകൊടുത്തു. അതിലും വേഗതയിൽ അത് ഗ്രഹിച്ച് ഭഗവാൻ വിഘ്നേശ്വരൻ എഴുതിയെടുത്തു. ഇത് 3 വർഷത്തോളം നീണ്ടുപോയി. ഒടുവിൽ കാലാതീതമായ ആ കഥ ഗ്രന്ഥരൂപം പ്രാപിച്ചു.